ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വേറെ കഥയൊന്നും പറയുന്നില്ല, നേരിട്ട് നമ്മളുടെ ടോപ്പിക്കിലോട്ട് വരാൻ കേട്ടോ. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സൺഡേ അല്ലെങ്കിൽ നമ്മളുടെ ഓഫ് ഡേയിൽ ചെയ്ത് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ആഴ്ച നമ്മൾക്ക് ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ പ്രത്യേകിച്ചും അമ്മമാർ ഇങ്ങനെ ഓരോ വീക്കിലെ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അവരെ തന്നെ മറന്നു പോകാറുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികൾക്കുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവരതിൽ എഴുതി വെക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യാതെ നമുക്കും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എഴുതണം കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് വിലയിരുത്തുക എന്നുള്ളത്. അതായത് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എഴുതി വെച്ചതിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ ചെയ്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ചയിൽ ഏറ്റവും ഫസ്റ്റ് എഴുതി വെക്കേണ്ടത് അതായിരിക്കണം. എന്നിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്യുക. എപ്പോഴും അപ്പോൾ കഴിഞ്ഞ ആഴ്ച എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് നോക്കുക. പിന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലോട്ടേക്ക് വേണ്ടിയിട്ടുള്ള മീലിൻ്റെ പ്ലാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് അതെന്താണെന്നുള്ളത് നമ്മൾ എഴുതി ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ മീൽ പ്ലാനറൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിലങ്ങ് ഒട്ടിച്ച് വെക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു വലിയ ടെൻഷനാണ് ഒഴിവാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, രാവിലെ എന്തുണ്ടാക്കുക, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുക, രാത്രി എന്തുണ്ടാക്കുക. ഇതാകുമ്പോൾ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മൾ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീക്കിലി ഗ്രോസറി മേടിക്കാൻ പോകുമ്പോഴും ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഒരാഴ്ചയിലോട്ടേക്ക് വേണ്ടിയിട്ടുള്ള മീൽ പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് മുന്നേ കൂട്ടി കട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പണികളാണെങ്കിലും നല്ല രീതിക്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ എല്ലാ ജോലികളും അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും നമ്മൾ ബെഡ്ഷീറ്റ്, കർട്ടൻസ്, സോഫയുടെ ഈ പില്ലോ കേസും സംഭവങ്ങളൊന്നും നമ്മൾ കഴുകുന്നുണ്ടാവില്ല. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ വീക്കിലി 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത്, ഏത് ദിവസം എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം നമുക്കതൊരു റുട്ടീനായിട്ട് അങ്ങ് പോകും. ഒരു കൺഫ്യൂഷനും അതിലുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹോം പ്ലാനിങ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വെളിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവിടെയുള്ള കാര്യങ്ങളും ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെക്കുക. ഇന്ന ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളായതുകൊണ്ട് ഞാനത് പറയാം. എനിക്കൊരു ബുക്കുണ്ട്, അപ്പം ഞാനിങ്ങനെ അതിൽ എഴുതി വെക്കും. ഇപ്പം തിങ്കളാഴ്ച ദിവസം ഞാൻ ഇന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നു, അത് ചൊവ്വാഴ്ചയായിരിക്കും നമ്മൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടാവുക, ബുധനാഴ്ചയായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കും. മൺഡേ ഷൂട്ട്, ട്യൂസ്ഡേ എഡിറ്റ് ചെയ്യണത്, വെനസ്ഡേ ഇന്ന സമയത്ത് ഇത് പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതിങ്ങനെ തന്നെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീക്കിലി അവർക്ക് ഡയറ്റിൻ്റെ ഫുഡും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, എക്സസൈസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യുമല്ലോ. അപ്പോൾ മൺഡേ എക്സസൈസ്, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ എഴുതി വെച്ചിട്ട് മൺഡേ എക്സസൈസ് കഴിയുമ്പോൾ അതിനൊരു ടിക്കറ്റ് കൊടുക്കാം. ട്യൂസ്ഡേ എക്സസൈസ് കഴിയുമ്പോൾ അങ്ങനെ ടിക്കറ്റ് കൊടുക്കുക. ചെയ്യാത്ത ദിവസം ഇൻഡു ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീക്കിലി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമുക്ക് ആ ഇൻഡു ഉണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധമായിരിക്കും. ദൈവമേ, അന്നും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഫുൾ ടിക്കായിരുന്നല്ലോ. ആ ഒരു കുറ്റബോധം പിന്നത്തെ ആഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ മെയിൻ വേറൊരു സംഭവം, നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രായത്തിൽ എത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും പിള്ളേർ എല്ലാവരൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഓട്ടത്തിലായിട്ട് നമ്മളിതൊന്നും നമ്മൾ നോക്കില്ല. പക്ഷെ മസ്റ്റായിട്ട് നിങ്ങളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരവും നമ്മുടെ ബോഡിയും ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മളാണ്, വേറെ ആരും അത് വന്ന് ചെയ്യില്ല. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടുപിടിക്കുക. ഒരുപാട് ഫേസ് പാക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഏതെങ്കിലും 2 ദിവസം സെറ്റ് ചെയ്യുക. എൻ്റെ ദിവസം ബുധനും ശനിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യണ്ടേ, വേറെ ആരും അത് ചെയ്യില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് എടുക്കാം. അതായത് ഈ ഒരാഴ്ച നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവിടാതെ അത് ഡിവൈഡ് ചെയ്യുക. അതായത് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യം വലിയൊരു ടാസ്ക്കാണ്. അത് ചെറിയ ജോലികളായിട്ട് തിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ജോലിക്ക് പോണ സമയത്ത് എനിക്കിത് പറ്റില്ലായിരുന്നു, അല്ലാത്തവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇപ്പം തിങ്കളാഴ്ച ഒരു ദിവസം ഞാൻ ലിവിങ് റൂം ആയിരിക്കും കംപ്ലീറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോണേ.
ചൊവ്വാഴ്ച അടുക്കളയായിരിക്കും, ബുധനാഴ്ച ഏതെങ്കിലും ഒരു ബെഡ്റൂം, വ്യാഴാഴ്ച അങ്ങനെ അങ്ങനെ പല പല വർക്ക് ഏരിയ, അങ്ങനെ പല പലതായിട്ടാണ് ഞാൻ ചെയ്യുക. അല്ലാതെ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ഞാൻ വീട് മൊത്തം ക്ലീൻ ചെയ്യാറില്ല. ഡീപ്പ് ക്ലീൻ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അല്ലാത്ത ദിവസം നമ്മൾ അടിക്കുകയും തൂക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ റൂമായിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മൾക്ക് അത്ര എഫേർട്ട് എടുക്കേണ്ടതും വരില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. കളിയാക്കേണ്ട, ടൈം ടേബിൾ എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ള സംഭവമല്ല, നമ്മൾക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ മറ്റേ ഓൺലൈൻ ജോബൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 9 മണി മുതൽ 11 മണി വരെ ഓൺലൈൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ 11 മണി ടു ചിലപ്പം 12 മണി വരെ ആയിരിക്കും മറ്റേ അലക്കാനും ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 മണി മുതൽ 2 മണി വരെ കുക്കിങ്. അങ്ങനെ ഒരു സമയം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അത് ഞാൻ എഴുതിയൊന്നും വെക്കാറില്ല. ഒരു ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്, ഇന്ന ദിവസം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഈ ഒരു സംഭവം എനിക്ക് ചെയ്ത് തീർക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം മറ്റേ ജോലി ചെയ്ത് തീർക്കണം. അപ്പം നമുക്ക് ആ ഒരു ടൈം നമ്മളിങ്ങനെ മൈൻഡിൽ ഫിക്സ് ചെയ്യണത് കൊണ്ട് നമ്മൾ മടിയൊന്നും പിടിച്ചിരിക്കാണ്ട് വേഗമേ തന്നെ ആ ജോലി അങ്ങ് ഫിനിഷ് ചെയ്യാനും പറ്റും. നമ്മളുടെ ആ ഒരു ഡേ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സ്ട്രക്ചേർഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല സെറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനും നമ്മുടെ പണികളൊക്കെ വേഗം വേഗം തീർക്കാനും നമുക്ക് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ഫിനാൻസും ബഡ്ജറ്റും പ്ലാൻ ചെയ്യുക. ഞാൻ വീക്കിലി സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നോക്കുന്ന ആളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏട്ടൻ്റെ ഓഫ് ഡേയുടെ തലേ ദിവസം ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ആഴ്ചയിലത്തെ കണക്കുകളെയൊക്കെ കൂട്ടും, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പം ഗ്രോസറീസ് ഒക്കെ മേടിക്കാനുണ്ടാവുമല്ലോ, അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ആഴ്ചയിൽ നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് കൂടിയത്, എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഐഡിയ കിട്ടും. മന്ത്ലി റിവ്യൂ ചെയ്യും, പക്ഷെ വീക്കിലി റിവ്യൂ ചെയ്താൽ നമ്മൾക്ക് കുറേയൊക്കെ ഒരുപാട് പൈസ നമുക്ക് സേവ് ആക്കാൻ പറ്റും. ഇത് ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഈ വീക്കിലി ഇങ്ങനെ നമ്മൾ എന്താ പറയുക, മൺഡേ ടു സാറ്റർഡേ വരെ പ്ലാൻ ചെയ്യുമ്പോണ്ടല്ലോ, അതിലൊരു ദിവസം, അതിപ്പോൾ സൺഡേ ആവാം, ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം, വലിയ പണികളൊന്നും ഇല്ലാണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ആ 1950s അമ്മമാരുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ച ദിവസം അവർ വേറെ പണികളൊന്നും ചെയ്യില്ല, പ്രാർത്ഥന, വീട്ടിൽ ഫാമിലി ആയിട്ട് അവരുടെ ഹോബീസ് അതിലൊക്കെ അവർ ചെയ്യും എന്നുള്ളത്. അങ്ങനെ നമ്മളും ഫോളോ ചെയ്യണം. അതായത് 7 ദിവസവും നമ്മൾ കട്ടപ്പണി എടുക്കാനുള്ള ആൾക്കാരല്ല നമ്മൾ. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഇരിക്കണം. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ റിലാക്സ് ആക്കാൻ പറ്റും. പിന്നെ ഒരാഴ്ച നമ്മൾക്ക് അടിപൊളിയായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം 7 ദിവസമുള്ള ഇതിൽ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുക. അതായത് മാരകമായിട്ടുള്ള പണികളൊന്നും ചെയ്യാണ്ട് നമ്മുടേതായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വീക്കിലി ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോണ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരാഴ്ച നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാത്തിനും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പിറ്റേ ആഴ്ചയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര അടിപൊളിയായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിലുപരിയായിട്ട് നമ്മുടെ വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഇതൊക്കെ നമുക്കൊരു ബാലൻസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.